ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഫേസ്ബുക്ക് തുറക്കാൻ കഴിയില്ല. സംഘപരിവാർ വാളുകളിൽ വന്ന് ആളുകൾ സംഘപരിവാർ ഫോൾഡറിലുള്ളവരും സംഘപരിവാറുകാരുമൊക്കെ വന്നിട്ട് വെള്ളാപ്പള്ളിക്ക് നേരം വെളുത്തു എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയാണ് ആക്ഷേപം. ഇന്നലെ NSSൻ്റെ നായർ സർവീസിലെ സുകുമാരൻ നായർക്കെതിരെയായിരുന്നെങ്കിൽ ഇന്ന് വെള്ളാപ്പള്ളിക്കെതിരെയാണ്. വിഷയം വേറൊന്നുമല്ല, അയ്യപ്പ സംഗമമാണ്. ഏതോ വിദേശിയായ അയ്യപ്പ ഭക്തൻ വന്ന് അയ്യപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അയ്യപ്പ സംഗമമൊക്കെ നടത്തുന്നത് PR വർക്കാണ്, കൂടുതൽ അയ്യപ്പന് കൂടുതൽ പൈസയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ ആരോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രശാന്തിനോട് പറഞ്ഞു കൊടുത്തു. പ്രശാന്ത് നേരത്തെ കോൺഗ്രസ്സിൽ നിന്നതാണ്, അവിടെ നിന്ന് പിന്നെ CPMലേക്ക് ചാടിയ ആളാണ്. അപ്പോൾ പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. പ്രശാന്ത് പറഞ്ഞത് കേട്ട ബാധി കേൾക്കാത്ത ബാധി, കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം വെന്ത ബാധി വേവാത്ത ബാധി കളയുമെന്ന് പറയല്ലോ, വെന്തത് കഴിച്ചിട്ട് വേവാത്തിടം കളയുമെന്ന് പറയുമല്ലോ. അങ്ങനെ വാങ്ങിച്ച വടയും കഴിച്ച് പാതി കഴിച്ചിട്ട് ചാടി ഓടി ചായയും പകുതി കുടിച്ചുകൊണ്ട് ഉടൻ തന്നെ വാസവൻ്റെ അടുത്ത് തന്നു. അപ്പോൾ വാസവൻ ചായ കുടിച്ച് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വാസവൻ ഉടനെ ഇതെല്ലാം കൂടി എടുത്ത് CMൻ്റെ അടുത്ത് തന്നു. CM ചായ കുടിക്കാൻ തുടങ്ങിയില്ല. അങ്ങനെ ചർച്ചയായി. ഇതാണ് ഇതിൻ്റെ കഥ. ട്രോൾ ഇതാണ്. എന്തായാലും അയ്യപ്പൻ സംഗമമായി. അപ്പോഴാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ആദ്യമൊക്കെ ഒന്ന് അറച്ചു നിന്നു, അയ്യപ്പന് സംഗമം വേണോ. അവസാനം വെള്ളാപ്പള്ളി സ്ട്രോങ് ആയി രംഗത്ത് വന്നു. 1200 അമ്പലങ്ങളിൽ നഷ്ടത്തിലോടുന്നു. നമ്മൾ ഈ ഒറ്റ സംഗമം കൊണ്ട് മുഴുവൻ പൈസ നേടും, അല്ലെങ്കിൽ അയ്യപ്പന് ആവശ്യമുള്ള പൈസ വരും ഈ സംഗമം കൊണ്ട്. അതുകൊണ്ട് അയ്യപ്പ സംഗമം നടക്കട്ടെ. കഴിഞ്ഞ ദിവസം NSS പറഞ്ഞു വീണ്ടും അയ്യപ്പ സംഗമം വേണം, വിപുലമായി വേണം, 500 പേര് പോലെ 5000 പേരെ വെച്ച് നടത്തണം. അപ്പോൾ BJPയുടെ കുമ്മനം രാജശേഖരൻ പറഞ്ഞു അതങ്ങനെയല്ല, NSS ഒരു കാര്യം ഓർക്കണം, ശബരിമല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തി എത്ര നായർ കുട്ടികളാണ്, നായർ ചെറുപ്പക്കാരാണ്, നായർ സ്ത്രീകളാണ് നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ, തെരുവിൽ നടത്തിയപ്പോൾ അതിൻ്റെ പേരിൽ കേസ് പറഞ്ഞ് ഇപ്പോഴും കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാമ്യം കിട്ടാതെ എത്ര പേരാണ് കുറഞ്ഞ സമയമെങ്കിലും അകത്ത് കിടന്നതെന്ന് കുമ്മനം രാജശേഖരൻ. അങ്ങനെ എന്തായാലും എന്നെ വിളിച്ചാൽ പോകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. എന്തായാലും അയ്യപ്പൻ വീണ്ടും കളം നിറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്. അയ്യപ്പൻ വയ്ക്കുന്ന പണിയാണോ നമ്മൾ ചെയ്യുന്ന പണിയാണോ എന്നറിയില്ല, അതോ ബാക്കി ദൈവങ്ങൾ ചെയ്യുന്ന പണിയാണോ എന്നറിയില്ല, പൈസ ഇല്ലാത്ത അമ്പലത്തിലെ ദൈവങ്ങൾ ചെയ്യുന്ന പണിയാണോ എന്നറിയില്ല. എന്തായാലും അയ്യപ്പൻ വീണ്ടും എയറിൽ കയറിയിട്ടുണ്ട്. അതിനെ പിന്താങ്ങിക്കൊണ്ട് NSS വന്നു, SNDP വന്നു, BJP വിളിച്ചാൽ പോകുമെന്ന് പറയുന്നു. അങ്ങനെ എതിർപ്പ് കുറേശ്ശെ കുറഞ്ഞു വരുന്നു. സർക്കാർ പരിപാടി ആയതുകൊണ്ട് ആര് വിളിച്ചാലും ഇല്ലെങ്കിലും ആവശ്യത്തിന് പങ്കാളിത്തം ഉണ്ടാവുക തന്നെ ചെയ്യും.